ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നെക്സ്റ്റ് ഇനി ഇ ഡി പിയുടെ ഫസ്റ്റ് 2 വീഡിയോയ്ക്ക് ശേഷം നമ്മുടെ തേർഡ് വീഡിയോ 4th മൊഡ്യൂളിൻ്റെ 5th മൊഡ്യൂളിൻ്റെയാണ്. അപ്പോൾ 4th മൊഡ്യൂൾ സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് എൻ്റർപ്രണോറിയൽ എൻവയോൺമെൻ്റ് ആണ് നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ എല്ലാം കൂടിയിട്ട് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ എൻ്റർപ്രണോറിയൽ ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് എൻ്റർപ്രണോറിയൽ എൻവയോൺമെൻറ്റ്. ഇനി എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കൽ എൻവയോൺമെൻ്റ് ഉണ്ട്, എക്കണോമിക് എൻവയോൺമെൻ്റ് ഉണ്ട്, സോഷ്യൽ എൻവയോൺമെൻ്റ് ഉണ്ട്, ടെക്നോളജിക്കൽ ഉണ്ട്, ലീഗൽ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് കൾച്ചറൽ എൻവയോൺമെൻറ്റ്, ഇതെല്ലാം നമുക്ക് ആ ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്. ഇനി എൻ്റർപ്രണോറിയൽ എക്കോസിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ ദീസ് ആർ പെക്യുലിയർ സിസ്റ്റം ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സ് ആൻഡ് റിലേഷൻസ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി സപ്പോർട്ടിങ് ദ ക്രിയേഷൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ന്യൂ വെഞ്ചർ. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിൻ്റെ ക്രിയേറ്റിനും വളർച്ചയ്ക്കും സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സിനെയാണ്, ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എൻ്റർപ്രണോറിയൽ എക്കോസിസ്റ്റം എന്ന് പറയാം. ഇനി നമ്മുടെ പ്രൊജക്റ്റ് ഐഡിയാസ് ആണ്. പ്രൊജക്റ്റ് ഐഡിയാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കളക്ഷൻ, കംപ്ലീഷൻ ആൻഡ് അനാലിസിസ് ഓഫ് എക്കണോമിക് ഡാറ്റ ഫോർ ദ പർപ്പസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് പോസിബിൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളൊരു കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വളരെ അവസരാത്മകമായിട്ട് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ എക്കണോമിക് പരമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യുന്ന, കംപ്ലീറ്റ് ചെയ്യുന്ന, അനലൈസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് പ്രൊജക്റ്റ് ഐഡിയാസ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഐഡിയാസിൻ്റെ സോഴ്സസ്, ഉറവിടങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ നോക്കാം. ഒന്ന് സ്വന്തം നീഡ്സ്, അതുപോലെ ട്രേഡ് ആൻഡ് പ്രൊഫഷണൽ ജേണൽ, പ്രൊജക്റ്റ് പ്രൊഫൈൽസ്, ട്രേഡ് ഫയൽസ് ആൻഡ് എക്സിബിഷൻ, സക്സസ് സ്റ്റോറീസ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, റിസർച്ച് ഓർഗനൈസേഷൻ, ഇതൊക്കെയാണ് അതിൻ്റെ പ്രൊജക്റ്റ് ഐഡിയ. ഈ പ്രൊജക്റ്റ് ഐഡിയാസൊക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ് ഉണ്ട്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഐഡിയാസിനെ നമ്മൾ ഇനി വ്യൂ ചെയ്യുന്നു, അതായത് അതിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക എന്ന് ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക. അതാണ് നമ്മുടെ സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ സ്ക്രീനിങ് നമ്മൾ ചെയ്യുമ്പോൾ, പ്രൊജക്റ്റ് ഐഡിയ സ്ക്രീൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. ഒന്ന്, പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ്, ചിലവ്, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റും, മാർക്കറ്റിംഗ് ഫെസിലിറ്റി, അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ട്, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് സെലക്ഷൻ ഓഫ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ സ്ക്രീനിങ് കഴിഞ്ഞാൽ ഓരോ ഐഡിയാസ് നമ്മൾ സ്ക്രീൻ ചെയ്താൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ ഓഫ് പ്രൊജക്റ്റ്. ഇനി സെലക്ഷൻ ഓഫ് പ്രൊജക്റ്റുകൾ, അതായത് ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയ നമ്മൾ നോക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ്, ലൊക്കേഷൻ, ടെക്നിക്കൽ നോളജ്, പ്രോഫിറ്റബിലിറ്റി, റിസ്ക്, കോമ്പറ്റീഷൻ, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, ഷുവറായിട്ട് എക്സാമിന് വരും. ഇറ്റ് ഈസ് ആൻ അസസ്മെൻറ്റ് ഓഫ് ദ പ്രാക്ടിക്കാലിറ്റി ഓഫ് എ പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ പ്രാക്ടിക്കാലിറ്റിയില്ലേ, അത് അസസ് ചെയ്യുക. അത് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നമുക്ക് എത്രത്തോളം ഔട്ട്പുട്ട് കിട്ടുന്നെങ്കിൽ നമ്മൾ അസസ് ചെയ്യില്ലേ, കണ്ടുപിടിക്കില്ലേ, അതിനെയാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക. ഒന്ന്, ഈ കോസ്റ്റ്, ഈ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ്, ഇതിന് എത്ര ചിലവ് വരും, അത് നമ്മൾ ചെയ്താൽ നമുക്ക് അതിന് എത്രത്തോളം വാല്യൂ കിട്ടുന്നൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഐഡിയതിനെ കുറിച്ച് പഠിക്കുക, സ്ട്രക്ചറിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക, അതിന് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും കൺസിഡർ ചെയ്യുക, ബിസിനസ് പ്ലാൻ അല്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുക, മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുക. ഇതൊക്കെയാണ് ഫീസിബിലിറ്റി സ്റ്റഡീസിൻ്റെ ഫീച്ചേഴ്സ്. ഈ ടൈപ്സ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടെക്നിക്കൽ വരുന്നുണ്ട്, എക്കണോമിക്, ഓപ്പറേഷണൽ, ഷെഡ്യൂളിങ്, സോഷ്യൽ ഫീസിബിലിറ്റി, ഇതൊക്കെയാണ് അതിൻ്റെ ടൈപ്സ് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. അതിൽ ടെക്നിക്കൽ മാത്രം ചിലപ്പോൾ 2 മാർക്ക് എടുത്ത് ചോദിക്കാം. ടെക്നിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിന് ടെക്നിക്സ് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളതാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി. ഈ സ്കോപ്പ് ഓഫ് ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ, മാനുഫാക്ചറിങ്, പ്ലാന്റ് കപ്പാസിറ്റി, പ്ലാന്റ് ലൊക്കേഷൻ, അതിൽ ആ പ്ലാന്റ് കപ്പാസിറ്റി മാത്രം എടുത്ത് പഠിക്കണം കേട്ടോ നിങ്ങൾ എക്സാമിന്. ചിലപ്പോൾ അത് മാത്രമായിട്ട് ചോദിക്കും. സൈസ് ഓഫ് ദ പ്ലാന്റ്, പ്രൊഡക്റ്റ് മിക്സ്, ഫാക്ടറി ഡിസൈൻ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. രണ്ടാമതാണ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി. ഫിനാൻഷ്യൽ അനാലിസിസ് ചോദിച്ചാലും ഈ സെയിം തന്നെ എഴുതിയാൽ മതി. അതായത് നമ്മുടെ പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് എത്രത്തോളം വിവരങ്ങൾ, നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ വയബിലിറ്റി പ്രകാരം എത്രത്തോളം ഇൻഫർമേഷൻ നമ്മൾ എന്താണ് ഫൈൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ടെക്നിക്സ് ആണ് ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ, റേഷ്യോ, ബ്രേക്ക് ഇവൻ, സെൻസിറ്റിവിറ്റി, റിസ്ക് അനാലിസിസ് ഒക്കെ അതിൻ്റെ ടെക്നിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിൻ്റെ സ്കോപ്പും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അടുത്ത ഫിനാൻഷ്യൽ അനാലിസിസും സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മുടെ ഡിഫറൻസ് ഒന്ന് നോക്കി വയ്ക്കുക. സോഷ്യൽ ഇമ്പാക്റ്റ് ഇവിടെ ഇഗ്നോർ ചെയ്യും, അവിടെയാണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യും. ഇത് ഫിനാൻഷ്യൽ വ്യൂ പോയിൻ്റ് ആണ്, ഇത് സോഷ്യൽ വ്യൂ പോയിൻ്റ് ആണ്. ഇത് എക്സ്റ്റേണാലിറ്റീസ് ഇഗ്നോർ ചെയ്യുന്നു, അതാണെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ മാക്സിമൈസേഷൻ ഓഫ് ഓണേഴ്സ് വെൽത്ത് ആൻഡ് സെയിൽസ് ആണ്. ഇവിടെ മാക്സിമം അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്, അവിടെയാണെങ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. ഇത് മാർക്കറ്റ് പ്രൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോസ്റ്റും ഇതൊക്കെ കണ്ടുപിടിക്കുക, അവിടെയാണെങ്കിൽ ഷാഡോ പ്രൈസസ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഇനി അടുത്താണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, ജസ്റ്റ് അതൊന്ന് വായിച്ച് വയ്ക്കുക. അതുപോലെ ഫോറിൻ കൊളാബറേഷൻ ജസ്റ്റ് ഒന്ന് വായിക്കുക.
പിന്നെ FIPB, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡിനെയാണ് FIPB എന്ന് പറയുക. അതായത് നമ്മുടെ നാഷണൽ ഏജൻസികളൊക്കെ ഉണ്ടല്ലോ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ ഏജൻസീസാണ് FIPB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഒരു MSME നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം കേട്ടോ. പിന്നെ ലൊക്കേഷൻ ഡിസിഷൻ, സ്റ്റെപ്സ് ഇൻ ലൊക്കേഷൻ ഡിസിഷൻ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അടുത്ത നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ് പ്രൊജക്ട് റിപ്പോർട്ട്. എന്താണ് പ്രൊജക്റ്റ് എന്ന് പഠിച്ചു വയ്ക്കുക. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം പ്രൊജക്റ്റ് എന്താണെന്ന് എഴുതുക. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സീക്വൻസ് ഓഫ് ടാസ്ക് ദാറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ടു അറ്റൈൻ എ സർട്ടൈൻ ഔട്ട്കം. നമുക്കൊരു ഔട്ട്കം കിട്ടാൻ, അതിൽ നിന്ന് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ടാസ്കുകൾ ആ ഒരു ഓർഡറായിട്ട് ചെയ്യണമെന്ന് എഴുതി വയ്ക്കുന്നതാണ് പ്രൊജക്റ്റ്. പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഗോൾസും ഒബ്ജക്റ്റീവ്സും സ്കോപ്പും ഇതെല്ലാം നമ്മൾ ക്ലാരിഫൈ ചെയ്യുകയും ഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ. പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക, സ്ക്രൂട്ടനൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക മാർക്കറ്റിനെ കുറിച്ച്. ഇതൊക്കെയാണ് പ്രൊജക്റ്റ് അപ്രൈസൽ. പ്രൊജക്റ്റ് റിപ്പോർട്ട് ചോദിക്കാറുണ്ട് 2 മാർക്കിന്. പ്രൊജക്റ്റ് റിപ്പോർട്ട് ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് ഓൺ ദ ഓവറോൾ പിക്ചർ ഓഫ് ദ പ്രപ്പോസ് പ്രൊജക്റ്റ്. ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഓവറോൾ ആയിട്ടുള്ള ഡീറ്റെയിൽഡ്, വളരെ വലിയ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് കേട്ടോ. പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്കോപ്പ് ഉണ്ട്, റിസോഴ്സ് ഉണ്ട്, ടൈം, ക്വാളിറ്റി, റിസ്ക് ഒക്കെ വരുന്നുണ്ട്. പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ പർപ്പസ്, ഒബ്ജക്റ്റീവ്സ്, നീഡ്, ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ് ഇതൊക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന 5 പോയിന്റ് പഠിച്ചു വയ്ക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, 5 മാർക്കിന് വരെ ചോദിക്കാം. അത് കോസ്റ്റ് മാനേജ്മെൻറ്റ് സഹായിക്കുന്നു, ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നു, പല രീതിയിലുള്ള റിസോഴ്സ് റിക്വയർമെൻറ്റ് അത് നമുക്ക് സഹായിക്കുന്നു, കറണ്ട് ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നു, പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യാൻ സഹായിക്കുന്നു, പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ സഹായിക്കുന്നു, ഫീസിബിലിറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്നു, പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് നീഡ് ചോദിച്ചാലും ഒബ്ജക്റ്റീവ് ചോദിച്ചാലും പർപ്പസ് ചോദിച്ചാലും ഇമ്പോർട്ടൻസ് ചോദിച്ചാലും ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ് കേട്ടോ, അത് essay ക്വസ്റ്റൻ ആണ്. ഒന്ന് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്, എക്സിക്യൂട്ടീവ് സമ്മറി ഉണ്ട്, ഓർഗനൈസേഷൻ സമ്മറി ഉണ്ട്, പ്രൊജക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് പ്ലാനിംഗ് ഉണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചർ, മാനേജ്മെൻറ്റ് പ്ലാൻ, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, ടെക്നിക്കൽ ആസ്പെക്ട്സ്, പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇത് വെറുതെ എഴുതിയാൽ 10 മാർക്ക് കിട്ടില്ല, അതിനെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഇനി നല്ലൊരു പ്രൊജക്റ്റ് റിപ്പോർട്ടിന് ഉണ്ടായിരിക്കേണ്ട പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പ്രോപ്പർ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം, പ്രോപ്പർ ടൈമിങ്, പ്രോപ്പർ ആക്യുറസി, റെലവൻറ്റ്, ക്ലാരിറ്റി, കൺസിസ്റ്റൻസി, ബ്രെവിറ്റി, എക്കോണമി, ഇതൊക്കെയാണ് നല്ലൊരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ പ്രിൻസിപ്പിൾസ് കേട്ടോ. ഇനി നല്ല ഐഡിയൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് ആകണമെങ്കിൽ എന്തൊക്കെ ഫാക്ടറുകൾ കൺസിഡർ ചെയ്യണം? ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സ്പേർട്ട് ടീം. അതായത് എക്സ്പേർട്ട് ടീമിൻ്റെ സഹായത്തോടു കൂടി പ്രിപ്പയർ ചെയ്തതായിരിക്കണം. അതുപോലെ പ്രഷ്യസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇറ്റ് മീൻസ് ആയിരിക്കണം, നോട്ട് ആൻ എൻഡ്. ഇതോടുകൂടി ഒരിക്കലും അവസാനിക്കാൻ പാടില്ല. അല്ല, കണ്ടന്റുകൾ കറക്റ്റ് ആയിരിക്കണം, പ്രോപ്പർ ആയിരിക്കണം. അതുപോലെ പ്രോപ്പർ സർവേയിലൂടെ ഉണ്ടാക്കിയ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഇതൊക്കെയാണ് നല്ലൊരു പ്രൊജക്ട് റിപ്പോർട്ടിന് ഉണ്ടായിരിക്കേണ്ട ഫാക്ടേഴ്സ്. ഈ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് എഴുതാൻ പറഞ്ഞു. അപ്പോൾ കണ്ടന്റ് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ കണ്ടന്റും അതിൻ്റെ ഈ ഫോർമാറ്റ് കൂടി എഴുതി വെക്കാം കേട്ടോ 10 മാർക്കിന്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ബിസിനസ്, കസ്റ്റമർ പ്രൊഫൈൽ ഉണ്ടായിരിക്കണം, ലോങ് ആൻഡ് ഷോർട്ട് ടേം കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ്, മാർക്കറ്റ് അനാലിസിസ്, ഫിനാൻഷ്യൽ അസസ്മെൻറ്റ്, ഓപ്പറേഷൻ പ്ലാനുകൾ, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇനി ബ്രേക്ക് ഇവൻ പോയിന്റ് വരുന്നുണ്ട്. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ്, ലാഭവും നഷ്ടവും ഇല്ലാത്ത ഒരു ബിസിനസ്സിൻ്റെ പോയിന്റിനെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുക. അവിടെ ലാഭം ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. 5 രൂപയ്ക്ക് ഉണ്ടാക്കിയ സാധനം 5 രൂപയ്ക്ക് വിൽക്കേണ്ട ഒരു അവസ്ഥ വരിക. ദാറ്റ് ഈസ് ബ്രേക്ക് ഇവൻ പോയിന്റ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് 5 മൊഡ്യൂളുകളായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ് മക്കളെ. താങ്ക് യു.